Hello, good morning. Next topic is International Capital Market. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഭാഗം ഇൻ്റർനാഷണൽ മണി മാർക്കറ്റിനെ കുറിച്ചായിരുന്നു. ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഫീച്ചേഴ്സ്, ദെൻ ഇൻ്റർനാഷണൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ ലാസ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ന്യൂയോർക്ക് മണി മാർക്കറ്റ് ആൻഡ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് മണി മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റാണ്. നോർമൽ കേസിൽ നമുക്കറിയാം ഫിനാൻഷ്യൽ മാർക്കറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. സോ മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ഫണ്ട്സ്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫണ്ടാണ് മണി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളായ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പർ, പിന്നെ കോൾ മണി മാർക്കറ്റ്, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫണ്ടാണ് ഏത് മാർക്കറ്റിലൂടെ ഡീൽ ചെയ്യുന്നത്? മണി മാർക്കറ്റിനോട്. ദെൻ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. സോ ഇറ്റ് ഈസ് എ മീഡിയം ടൈം ആൻഡ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്. മീഡിയം ടൈം അല്ലെങ്കിൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ്. സോ ഡീലിംഗ് ഇൻ എവിടെയാണ്? ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ഡീൽ ചെയ്യുന്നത്. നമ്മുടെ പേപ്പർ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്നുള്ള പേപ്പർ ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റും ഇൻ്റർനാഷണൽ മണി മാർക്കറ്റുമാണ്. നോക്കാം, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റാണ്. സോ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ദാറ്റ് ട്രേഡ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വിത്ത് മെച്യൂരിറ്റി പീരിയഡ് ഈസ് മോർ ദാൻ 1 year. ഒന്നിൽ കൂടുതൽ വർഷം മെച്യൂരിറ്റി പീരിയഡുള്ള ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെയും ട്രേഡിംഗ് നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് നടത്തുന്നത് ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ബേസിലായിരിക്കും കേട്ടോ. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ആയതുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡീലിങ്സ് നടക്കുന്നത് ഇൻ്റർനാഷണൽ കറൻസീസിലായിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ കറൻസീസിലുള്ള ഡീലിങ്സ് നടക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് മോർ ദാൻ 1 year ആയിരിക്കും. അതിനകത്ത് ഡീലിങ്സ് നടത്തുന്നത് അല്ലെങ്കിൽ ട്രേഡ് നടത്തുന്നത് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുമാണ്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഡീലിങ്സ് നടത്തുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്ന മെച്യൂരിറ്റി പീരിയഡ് ഒന്നിൽ കൂടുതൽ വർഷം ഉണ്ടായിരിക്കുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിൻ്റെ മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് മാർക്കറ്റ് ഡീൽസ് ദ മീഡിയം ടൈം ആൻഡ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്. ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ് നോർമൽ കേസിൽ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെ കമ്പനികൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഇറ്റ് ട്രേഡ് ഇൻ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളുടെയും ട്രേഡിംഗ് ആണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ആണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നടത്തുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്? ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത് നമ്മൾ നോർമൽ കേസിൽ പറയുന്ന ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ദെൻ വാറണ്ട്, ദെൻ ഓപ്ഷൻസ് ഇല്ലേ, പുട്ട് ഓപ്ഷൻ, കാൾ ഓപ്ഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലിങ്സിലെ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളെയാണ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, വാറണ്ട്സ്, ദെൻ ഓപ്ഷൻസ് ട്രേഡിംഗ് അല്ലേ, ഓപ്ഷൻസ്, ഇതൊക്കെയാണ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സുകളുടെയും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ്, ബോണ്ട് അല്ലേ, ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഇത്തരത്തിലുള്ള ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ പോലുള്ള ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളുടെയും ട്രേഡിംഗ് ആണ് എന്തിലൂടെ നടക്കുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെയും ട്രേഡിങ്ങിലൂടെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ ലോങ് ടേം സോഴ്സുകൾ കണ്ടെത്തുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ എന്നറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നറിയപ്പെടാൻ കാരണം ഇൻ്റർനാഷണൽ കറൻസീസിലാണ് എന്ത് ചെയ്യുന്നത്? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളും ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളും ഡീലിങ്സ് നടത്തുന്നത്. അതടുത്ത സെൻറ്റൻസ് പറയുന്നുണ്ട്. ഇൻ ദ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഫേം ക്യാൻ റേസ് ദ ക്യാപിറ്റൽ ത്രൂ ഡെപ്റ്റ് ഓർ ഇക്വിറ്റി എന്നാണ്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഡെപ്റ്റർ എന്നാണ് എഴുതിയത്, ഡെപ്റ്റ് ഓർ എന്നാണ്, അവിടെ ഒരു സ്പേസ് കൊടുക്കണം. ത്രൂ ഡെപ്റ്റ് ഓർ ഇക്വിറ്റി ഇൻ
ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ബേസിൽ ഡെപ്റ്റ് ഓർ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകൾ എന്ത് ചെയ്യുക, ഡീലിങ്സ് നടത്തുന്ന, അതിലൂടെ ക്യാപിറ്റൽ കണ്ടെത്തുന്നു. ആരാണ്? ഇൻ്റർനാഷണൽ കമ്പനികൾ, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ആവാം, കമ്പനികളാവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാവാം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സോ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് firm can raise the capital through debt or equity in international currencies. ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ബേസിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഇക്വിറ്റികളുടെ വിൽപ്പനയിലൂടെ അല്ലെങ്കിൽ ട്രേഡിലൂടെ അല്ലെങ്കിൽ ട്രാൻസാക്ഷനിലൂടെ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നു, ഫേമുകൾ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നു. അത്തരത്തിലുള്ള മാർക്കറ്റിനെയാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന് താഴെ പറയുന്നു മേജർ പാർട്ടിസിപ്പൻസ്. ആരൊക്കെയാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് മേജർ പാർട്ടിസിപ്പൻസ്? ഒന്ന് ഇൻഡിവിജ്വൽസ് ആണ്, കമ്പനികളാവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാവാം, ഗവൺമെൻറ്റ്സ്. സോ ദിസ് ആർ ദ 4 important participants in international capital market: individuals, companies, financial institutions or government. Then next, features of international capital market. International capital marketൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഒരു 5 പോയിൻ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്, നോക്കാം. സോ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റ് ദാറ്റ് ട്രേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ എന്നുള്ള വിട്ടുപോയിട്ടുണ്ട്, നോക്കണം. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ എ ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റ് ദാറ്റ് ട്രേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. സോ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റ് എന്ന് പറയാൻ കാരണം എന്താ? സോ അതിനകത്ത് ഒത്തിരി തരത്തിലുള്ള ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ഒത്തിരി ഒത്തിരി എന്താ പറയുന്നത് മാർക്കറ്റുകളുണ്ട്. അതായത് ലണ്ടൻ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടോക്കിയോ, ന്യൂയോർക്ക്, ദെൻ സിംഗപ്പൂർ, ഇത്തരത്തിലുള്ള ഒത്തിരി മാർക്കറ്റുകളുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റ്സ് ഉൾക്കൊള്ളുന്നതാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. അതാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. ലണ്ടൻ, ടോക്കിയോ, ദെൻ ന്യൂയോർക്ക്, സിംഗപ്പൂർ, ഇത്തരത്തിലുള്ള ഒത്തിരി മാർക്കറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ സോ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റ് ദാറ്റ് ട്രേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. അതിനകത്ത് ഒത്തിരി തരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഫിസിക്കൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ദെൻ ഫിസിക്കൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എന്താണ് സംഭവം? ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. നമ്മൾ പറയാറില്ലേ, ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാനും കാണാനും ഒക്കെ പറ്റുന്ന അസറ്റുകളാണ്, അല്ലേ? സീൻ ആൻഡ് ടച്ച്ഡ് എന്ന് നമ്മൾ പറയാറില്ലേ, കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മിഷനറി, അല്ലേ? പ്രൊഡക്ഷൻ നടത്തുന്ന മിഷനറികൾ, അതുപോലെ തന്നെ മറ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന എക്യുപ്മെൻറ്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെയും ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മിഷനറി, ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെയും ഫിനാൻഷ്യൽ ക്യാപിറ്റലിൻ്റെയും ട്രേഡിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമല്ല, ഫിസിക്കൽ ക്യാപിറ്റലുമുണ്ട്. സോ ട്രേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ. ഇതാണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ്, ഇറ്റ് അലോ people, companies and government to borrow and invest across national boundaries. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ബൗണ്ടറിക്ക് അപ്പുറത്തേക്കുള്ള ബോറോയിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നടത്താൻ ആർക്കൊക്കെ പറ്റും? ഗവൺമെൻറ്, പീപ്പിൾസ് ആൻഡ് കമ്പനീസ്, എല്ലാവർക്കും. ഇതിനകത്ത് ഒരു മേജർ പാർട്ടിസിപ്പൻസ് നമ്മൾ പറഞ്ഞിരുന്നില്ല, ഇൻഡിവിജ്വൽസ്, അല്ലേ? ആ രീതിയിൽ പീപ്പിൾസിനും കമ്പനീസിനും ഗവൺമെൻറ്റ്സിനും ബോറോയിങ്സും ഇൻവെസ്റ്റ് നടത്താം ഇൻ നാഷണൽ ബൗണ്ടറീസ്. ഓക്കെ, അക്രോസ് ദ നാഷണൽ ബൗണ്ടറീസ് എന്ന രാജ്യത്തിൻ്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്കുള്ള ബോറോയിങ്സും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. ദെൻ സെക്കൻഡ്, ടു പ്രൊവൈഡ് ഹൈ റിട്ടേൺസ് ആൻഡ് ലോ ബോറോയിങ് കോസ്റ്റ്. ഇതിനകത്ത് ഹൈ റിട്ടേൺ പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ ലോ ബോറോയിങ് കോസ്റ്റുമേ ഉള്ളൂ. അതാണ് മറ്റൊരു കാര്യം. ദെൻ ഫോർത്ത്, ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ക്രോസ് ബോർഡർ എക്സ്ചേഞ്ച് ഫോർ മോർ ദാൻ 1 year.
എന്താണ് പിന്നെ ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ ക്രോസ് ബോർഡർ എക്സ്ചേഞ്ച് ഫോർ ഓഫ് മോർ ദാൻ 1 ഇയർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വർഷത്തേക്കുള്ള ഒരു അക്രോസ് നാഷണൽ ബൗണ്ടറീസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, രാജ്യത്തിന് പുറത്തേക്ക്. അതുതന്നെയാണ് ക്രോസ് ബോർഡേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മറ്റു രാജ്യങ്ങളിൽ ഇൻ്റർനാഷണൽ കറൻസീസിൻ്റെ ബേസിലാണല്ലോ, അപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ളൊരു എക്സ്ചേഞ്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കും. അക്രോസ് ദ നാഷണൽ ബൗണ്ടറീസ്, നമ്മുടെ രാജ്യത്തിന് അപ്പുറത്തേക്കുള്ള ബൗണ്ടറിക്ക് അപ്പുറത്തേക്കുള്ള എക്സ്ചേഞ്ചിങ്. ഓക്കെ, ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റുകളുടെയും ഒക്കെ ഒരു അക്രോസ് ബോർഡേഴ്സ്, നമ്മുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്കുള്ള ഒരു എക്സ്ചേഞ്ച് നടത്താം മോർ ദാൻ 1 ഇയർ, ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക്. കാരണം ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് എന്ന് പറയാൻ കാരണം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആൻഡ് മീഡിയം ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ അക്രോസ് നാഷണൽ ബൗണ്ടറീസ് അപ്പുറത്തേക്ക് നമുക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഇത് സഹായിക്കും. അത്തരത്തിലുള്ളൊരു മാർക്കറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ്, അണ്ടർ ദ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് മെജോറിറ്റി ഓഫ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. മെജോറിറ്റി ഓഫ് ട്രാൻസാക്ഷനും ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് നടക്കുന്നത് എന്തിലൂടെയാണ്? സെക്കൻഡറി മാർക്കറ്റിലൂടെ, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. മെജോറിറ്റി ഓഫ് ട്രാൻസാക്ഷനും സെക്കൻഡറി മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കോമ്പണൻസ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിന് ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ് എന്നും ഇൻ്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഈ രണ്ട് കോമ്പണൻസിനെ കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ്. അപ്പോൾ അത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കോമ്പണൻസ് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ് എന്നും ഇൻ്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുമാണ്. ഓക്കെ.